ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അതായത് നിങ്ങൾ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് വെച്ചിരുന്നു. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ വ്യക്തികളെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള ഏതെങ്കിലും ആളുകളെ ആയിരിക്കാം. അവരെന്നെ സന്തോഷിപ്പിക്കും, അതല്ലെങ്കിൽ അവർ എന്നെ സമാധാനിപ്പിക്കും, എൻ്റെ കൂടെ ഉണ്ടാവും, ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരു എക്സ്പെക്ട് ചെയ്ത് നിന്നു, അല്ലെങ്കിൽ വിശ്വസിച്ച് നിന്നു. ഇതൊന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു മൈൻഡിലെങ്കിലും നിന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്തോ ആ എക്സ്പെക്റ്റേഷൻസിന് വിപരീതമായിട്ട് ശത്രു എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞ ഇടങ്ങൾ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിപരീതമായിട്ട് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒന്നല്ലെങ്കിൽ അത് വർക്ക് പ്ലേസ് ആയിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളായിരിക്കാം, അങ്ങനെയുള്ള റിലേറ്റീവ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ കല്യാണം പോലും നടക്കാതിരിക്കാനുള്ള പരിപാടികളും ഇവിടെ സ്നേഹം കൊടുത്ത് ശത്രുതയും ബുദ്ധിമുട്ടലും ഏറ്റുമേടിച്ച ആളുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു, ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെച്ച് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. സ്നേഹമായിട്ടും വിശ്വാസമായിട്ടും സാമ്പത്തികമായിട്ടാണെങ്കിലും എന്ത് പരിപാടിക്കാണെന്നുണ്ടെങ്കിലും ചെയ്തു കൊടുത്തു. ഈ എന്താ പറയാ, നമ്മൾ തേനീച്ച എന്താ ചെയ്യുക, തേനീച്ച ഇങ്ങനെ ഒരുപാട് പൂക്കളിൽ നിന്ന് തേൻ ശേഖരിച്ചായിരിക്കും അതിങ്ങനെ തേൻ സ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷെ അത് നമ്മളെന്താ ചെയ്യുന്നത്, അത് നമ്മൾ എന്നിട്ട് അടപടലം അങ്ങോട്ട് എടുക്കും. അതുപോലെയുള്ള പരിപാടികളാണ് നിങ്ങളുടേതായിട്ടുള്ള ഈ ശത്രുക്കള് ചെയ്തിരിക്കുന്നത്. എടുത്തപ്പോൾ അങ്ങോട്ട് അടപടലമായിട്ട് എടുക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ്. കാരണം അത്രമേല് എന്താണ് വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അങ്ങനെ അതായത് ഇവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു റീസൺ. പിന്നെ രണ്ടാമത്തെ ഒരു പരിപാടി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം പല രീതിയിലുള്ള മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു, സ്വന്തമായിട്ടൊരു സ്റ്റക്നെസ് അവിടെ കൊടുത്തു. ഞാൻ ഒന്നുകൂടി ഒന്ന് ഇവിടെ ഇരിക്കട്ടെ, നിങ്ങൾ തന്നെ തലകീഴായി നിന്ന് നിങ്ങൾ തന്നെ അവിടെ ഒരു സ്റ്റക്നെസ് സ്വന്തമാക്കി ഉണ്ടാക്കിയെടുത്തു. അപ്പോഴും നിങ്ങൾക്ക് പ്രപഞ്ചം ഒരു മുന്നറിയിപ്പ് തന്നു, നീ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, നീ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന സിറ്റുവേഷൻസ്, ഇടങ്ങൾ, നീ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നിനക്ക് ഇന്ന പോലെയുള്ള പരിപാടികളാണ് സമ്മാനിക്കുന്നത്. നീ അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ഇന്ന പോലെയുള്ള കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട്,
അതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയുള്ള പല കാര്യങ്ങളും പ്രപഞ്ചം മുന്നോട്ട് 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 കാണിച്ചു തന്നു. പക്ഷേ എന്താ ഉണ്ടായത്? നിങ്ങള് തലകീഴായിട്ട് തന്നെ നിന്നു. ഇത്തിരി കൂടി കഴിയട്ടെ, കുറച്ചും കൂടി കഴിയട്ടെ, ഞാൻ നോക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് അവിടെ തന്നെ നീറി നീറി സ്റ്റക്നെസ് അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറാം. ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ എഴുന്നേറ്റാൽ ആ പ്രശ്നത്തിന് പരിഹാരം നേടാം. പക്ഷെ ഇന്ന് മാറട്ടെ, നാളെ മാറട്ടെ, അത് മാറുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എന്നെങ്കിലും കിട്ടുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും പരിപാടിയൊക്കെ ദൈവം നടത്തി തരുമായിരിക്കും, പ്രപഞ്ചം നടത്തി തരുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കുറച്ച് ഇരുന്നു. പിന്നെ കുറച്ച് ആളുകൾക്ക് എനിക്ക് ആ സിറ്റുവേഷൻസോ ആ വ്യക്തികളോ എന്താണെങ്കിലും അത് എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, എനിക്ക് ആ സിറ്റുവേഷൻസും വ്യക്തികളും വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോയ, ബിസിനസ് ആയിരിക്കാം, സാമ്പത്തികമായിരിക്കാം, എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് വേണം എന്നുള്ള രീതിയിലും ഇരിക്കാൻ തുടങ്ങി. പക്ഷെ അതിൻ്റെ പരിഹാരങ്ങളല്ല ചെയ്തത്. അതിൻ്റെതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള പരിഹാരങ്ങളല്ല ചെയ്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ഷനോ നടപടികളോ അല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾ പരിഹാരങ്ങളൊക്കെ ചില കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും തൊടാത്ത പരിഹാരങ്ങളായിപ്പോയി. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു അസുഖത്തിന് കാർഡിയോളജിസ്റ്റിനെ അല്ലേ കാണേണ്ടത്? അതിന് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കാര്യമുണ്ടോ? അതേസമയം ഒരു ഡെലിവറിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വളരെ പ്രശസ്തമായ കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് കാര്യമുണ്ടോ? അതിന് ഗൈനക്കോളജിസ്റ്റ് തന്നെ വിചാരിക്കണ്ടേ? അതാണ്. അപ്പൊ അത് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട് എൻ്റെ ഉദാഹരണം? അപ്പൊ അതിന് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടില്ല. അതെന്തെങ്കിലും വരുന്നിടത്ത് നോക്കാം, അതെങ്ങനെയെങ്കിലും ഒക്കെ മാറട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സ്റ്റക്നസ് ചെയ്ത് അവിടെ ഇങ്ങനെ തലകീഴായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അത് പ്രപഞ്ചം പറയുകയാണ് ഞാൻ അഴിച്ചുതരാന്ന്. പക്ഷെ അഴിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ താമ്പാതി ദൈവം പാതി എന്നുള്ള രീതിയിലേ പ്രപഞ്ചം കൂട്ടി നിൽക്കുള്ളൂ. പകുതി നമ്മൾ ചെയ്യണം. അത് ചെയ്താൽ രക്ഷപ്പെട്ടു. മൂന്നാമത്തെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പല കാര്യങ്ങളും, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല. അതിന് പകരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടങ്ങൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിറ്റുവേഷൻസിന്റെ പുറകെ ആയിട്ടാണ്. നമ്മൾ ഏറ്റവും വലിയൊരു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന സ്ഥലങ്ങൾ നമ്മളെയും കൂടി സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. അത് ഇതിൻ്റെ അകത്തൊരു പോയിന്റാണ്, മേജറായിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം അങ്ങനെയുള്ള പരിപാടികൾ, സ്നേഹം കൊടുത്ത് അടപടലം തെറ്റിയിരിക്കുന്ന പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തികം, നിങ്ങൾക്ക് കിട്ടേണ്ട സാമ്പത്തികത്തിൻ്റെതായിട്ടുള്ള കനകം മൂലം കാമിനി മൂലം കലഹം കലഹം പലവിധം ഉലകത്തിൽ സുലഭം, അങ്ങനെ ഏതാണ്ടല്ലേ. ഇത് കാമിനി മാത്രമല്ല, കാമിനിയുടെ ഓപ്പോസിറ്റ് കാമനെ. എനിക്കറിയില്ല കേട്ടോ, അത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേർഡ്സ് എടുക്കുക. ഓക്കെ, ആ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികം, നിങ്ങൾക്ക് കിട്ടേണ്ട, അർഹതപ്പെട്ട് കിട്ടേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ, അതിന് ഭംഗം വരുത്തുന്ന അവസ്ഥ, സാമ്പത്തികം മൂലം ശത്രുത നേടിയ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് 1 രൂപയാണെങ്കിലും 1 രൂപക്ക് വിലയുണ്ട് ഇല്ലേ? 99 രൂപയുള്ളൂ, ബാക്കി 1 രൂപ ഇട്ടാലേ 100 രൂപയാകുള്ളൂ അല്ലേ? അപ്പോൾ ആ പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാതെ തട്ടിത്തെറിപ്പിച്ചൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. സ്വത്തിന്റെ മോഹം, അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികം, അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക വഴക്കുകളൊക്കെ ഒരു 50% ആളുകൾക്കും കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം.
ഓക്കെ. അതായത് ഈ ശത്രുക്കൾക്ക് ഇല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് ചിലപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിവുകളായിരിക്കാം, ഏതെങ്കിലും രീതിയിൽ അറിയപ്പെടുന്ന ആളുകളായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണാനായിട്ട് ഒരു കോമളയോ ആയിരിക്കാം. നിങ്ങളെ ഒരു സൗന്ദര്യ കുഞ്ചകങ്ങളായിരിക്കാം. കാരണം നിങ്ങൾക്ക് അവർക്കില്ലാത്ത സംതിങ് എന്തോ നിങ്ങൾക്ക് ഉണ്ട്. അതിൽ കൂടി നിങ്ങൾ അണിഞ്ഞൊരുങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണ വീട്ടിലൊക്കെ 1000 വാട്ടിന്റെ ബൾബ് ഇട്ട പോലെയുള്ള പ്രകാശമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ്. അതിന് കുശുമ്പെന്ന് പറയും, അല്ലെങ്കിൽ അസൂയ എന്ന് പറയും. അത് മൈന്യൂട്ടായിട്ട് നമ്മൾ കാണുമെന്നുണ്ടെങ്കിലും ഈ കുശുമ്പ് അസൂയ എന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അതിന് മരുന്നില്ല. ഇനി 2060-70 കാലഘട്ടത്തിലൊക്കെ അതിന് മരുന്ന് കണ്ടുപിടിക്കുമോന്ന് അറിയില്ല. കാരണം അതുകൊണ്ട് ശത്രുതയായിട്ട് നിൽക്കുന്ന ആളുകളും നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംതിങ് നിങ്ങൾക്ക് നല്ല രീതിക്ക് നിൽക്കേണ്ട ആളുകൾ തന്നെ നിങ്ങളുടെ ആ പല കാര്യങ്ങളുടെയും പുറത്ത് ഇങ്ങനെ ഒരു എന്താ പറയാ, കുശുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിക്കാണുന്ന ഒരു ഇത്, പ്രാക്ക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് ഏറ്റിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്. അതായത് ഇപ്പൊ വഴി കൂടി പോകുന്ന ഏണിയൊക്കെ കടലിലേക്ക് എടുത്ത് വെക്കുക. അതായിരിക്കോ, ഇതായിരിക്കോ, അങ്ങനെ ഉണ്ടാവോ, ഇങ്ങനെ ഉണ്ടാവോ, അയ്യോ അങ്ങനെയാണോ, ഇങ്ങനെയാണോ, അതിൽ കൂടി ഇതുണ്ടാവോ, ഇതിൽ കൂടി അതുണ്ടാവോ, അങ്ങനെയൊക്കെയുള്ള വള്ളിക്കെട്ടുകളൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് സ്വന്തമായിട്ട് വലിച്ചു വെക്കുക. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശത്രുവാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ള ശത്രുക്കൾ കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാണ് നിങ്ങൾ. അത് ഓവർ തിങ്ക് ചെയ്ത് വലിച്ച് അവനവന്റെ അടുത്തോട്ട് കൊണ്ടുവരുവാണ്. അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താ, അവർക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ തന്നെ വെള്ളവും വളവും ഒക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ട് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പരിപാടി. എന്നിട്ട് അവരെന്താണോ വിചാരിക്കുന്ന ആ നെഗറ്റീവ് പോയിന്റിൽ നിങ്ങൾ എത്തി അതിൻ്റെ ഒരു പൊട്ടിത്തെറി നിങ്ങൾ അനുഭവിക്കുന്നു. കാരണം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പരിഹാരങ്ങൾ ചെയ്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ, കാരണം ബ്ലാക്ക് മാജിക് അതും ഇതും എല്ലാം കൊണ്ടും ഒരു 60% ആളുകൾക്ക് ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, വീഡിയോന്റെ അടിയിൽ കമന്റ് ആയിട്ട് ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ഞാൻ എന്ത് പരിഹാരം പറയും? നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലല്ലേ എനിക്ക് പരിഹാരം പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓവർ തിങ്കിങ് ആയിട്ടുള്ള പല പരിപാടികളും മാറ്റിവെക്കുക. പ്രോപ്പറായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ഒന്ന് കാണുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യണ്ടേ? അല്ലാന്നുണ്ടെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് മരുന്നും കൂടി കഴിക്കണം. മരുന്നും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അല്ലാതെ പ്രാർത്ഥന മാത്രമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. നമ്മൾ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ ആക്ഷൻ എടുക്കുക. പരിഹാരം കാണേണ്ട കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ കൂടെ താങ്ങായിട്ട് പ്രപഞ്ചമുണ്ട്. നിങ്ങളോട് പല കാര്യങ്ങളും പ്രപഞ്ചം കൂട്ടായിട്ട് ഒരു പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പല ആളുകളും സൂയിസൈഡ് കാര്യങ്ങൾക്കൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ചില ആളുകൾ പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റിയേ ചിന്തിക്കാതിരിക്കുക. അതൊന്നിനും ഒരു പരിഹാരമല്ല. നമ്മളെ തകർത്തത് ആരാണോ ബുദ്ധിമുട്ടിച്ചത് അവരുടെയൊക്കെ മുമ്പിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ റിവെഞ്ച്. നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെയുള്ള എന്താ പറയുക, ഈ സൂയിസൈഡ് പോലെയുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലോട്ടൊന്നും പോവാതിരിക്കുക. റിവെഞ്ച് എന്ന് പറയുന്നത് ശത്രുവിന്റെ മുമ്പിൽ നല്ല രീതിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറും. വെറുതെ വിഷമിക്കേണ്ട കേട്ടോ. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല.
അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.